പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ജനുവരി 24 ശനി. തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഈ ലോകത്തിൽ ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഏതെങ്കിലും തരത്തിലുള്ള രക്ഷയെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. രോഗത്തിൽ നിന്ന് രക്ഷ നേടണം, കടങ്ങളിൽ നിന്ന് രക്ഷ വേണം, ദുഃഖങ്ങളിൽ നിന്ന് രക്ഷ വേണം. എന്നാൽ അതിലൊക്കെ പ്രധാനമായി പാപത്തിൽ നിന്ന് രക്ഷ വേണം എന്നത് അതിയായ അഭിവാഞ്ചനയാകണം. മനുഷ്യൻ പല വഴികളിലൂടെ അതിന് പരിഹാരം തേടുന്നു. പക്ഷേ യഥാർത്ഥ രക്ഷ ദൈവകൃപയിലൂടെയാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു. രക്ഷ നമ്മുടെ കഴിവിൻ്റെ ഫലമല്ല, നമ്മുടെ നീതിയുടെ പ്രതിഫലമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൗജന്യമായ അനുഗ്രഹമാണ്. അപ്പസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതുമ്പോൾ ക്രേറ്റെ ദ്വീപിലെ ജനങ്ങളുടെ ആത്മീയ അവസ്ഥ വളരെ മോശമായിരുന്നു. അവിടെ അനാചാരവും അച്ചടക്കമില്ലായ്മയും വ്യാജ ഉപദേശങ്ങളും നിറഞ്ഞിരുന്നു. അത്തരമൊരു ഇരുട്ടിൻ്റെ നടുവിൽ പൗലോസ് അപ്പസ്തോലൻ ഒരു പ്രത്യാശയുടെ സന്ദേശം പ്രഖ്യാപിക്കുന്നു. ദൈവകൃപ പ്രത്യക്ഷമായി. ഇരുട്ടിനെക്കുറിച്ച് പരാതി പറയേണ്ടതില്ല. ഒരു ചെറിയ പ്രകാശം പോലും ഇരുട്ടിനെ ഓടിച്ചു കളയും. അതുപോലെ ലോകത്തിൻ്റെ ഇരുട്ടിനിടയിൽ ദൈവകൃപ പ്രകാശമായി തെളിയുന്നു. ദൈവകൃപ എന്ന വാക്ക് വളരെ ആഴമുള്ളതാണ്. കൃപ എന്നത് നമുക്ക് അർഹതയില്ലാത്ത അനുഗ്രഹം ലഭിക്കുന്നതും അർഹിക്കുന്ന ശിക്ഷയിൽ നിന്ന് വിടുതൽ ലഭിക്കുന്നതുമാണ്. നാം നല്ലവരായതുകൊണ്ടല്ല ദൈവം നമ്മെ രക്ഷിക്കുന്നത്, അവൻ കരുണയുള്ളവനുണ്ടായതാണ്. നാം നേടിയെടുത്തതല്ല കൃപ, ദൈവം സൗജന്യമായി തന്ന ദാനമാണ് കൃപ. അതുകൊണ്ട് തന്നെ ഗ്രേസ് ഈസ് നോട്ട് ഏൺഡ്, ഇറ്റ് ഈസ് ഗിവൺ എന്ന് പറയുന്നത് സത്യമാണ്. ഈ വചനത്തിൽ പ്രത്യക്ഷമായി എന്ന് പറയുന്നു. അതായത് കൃപ ഒരു ആശയം മാത്രമല്ല, അതൊരു യാഥാർത്ഥ്യമായി ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് വെളിപ്പെടുകയാണ്. യേശു ക്രിസ്തുവിൽ ദൈവകൃപ ശരീരം ധരിച്ച് ഭൂമിയിൽ വന്നു. ബേത്ലഹേമിൽ പിറവിയിൽ കൃപ ലഭിച്ചു. ക്രൂശിൽ കൃപ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു വീണു. പുനരുത്ഥാനത്തിൽ കൃപ ജയം നേടി. അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവാണ് ജീവിക്കുന്ന കൃപയുടെ രൂപം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഈ കൃപ എല്ലാ മനുഷ്യർക്കും ലഭ്യമാണ്. ഇതാണ് സുവിശേഷത്തിൻ്റെ മഹത്വം. ഈ രക്ഷ ചിലർക്കുള്ളതല്ല, ഇതെല്ലാവർക്കുമുള്ളതാണ്. പാപികൾക്കും വിശുദ്ധർക്കും സമ്പന്നർക്കും ദരിദ്രർക്കും പഠിച്ചവർക്കും പഠിക്കാത്തവർക്കും ഒരുപോലെ ദൈവകൃപ തുറന്നിരിക്കുന്നു. ആരും രക്ഷയ്ക്ക് അയോഗ്യരല്ല, ആരും രക്ഷയ്ക്ക് ആവശ്യമില്ലാത്തവരുമല്ല. എല്ലാവർക്കും ഈ കൃപ അനിവാര്യമാണ്. എന്നാൽ കൃപ ലഭിച്ചതുകൊണ്ട് പാപത്തിൽ തുടരാൻ പാടില്ല. തുടർന്നുള്ള വചനങ്ങളിൽ പൗലോസ് പഠിപ്പിക്കുന്നു, കൃപ നമ്മെ വിശുദ്ധ ജീവിതത്തിലേക്ക് നയിക്കുന്നു. ദൈവകൃപ നമ്മെ പാപം ഉപേക്ഷിപ്പാൻ പ്രേരിപ്പിക്കുന്നു. ആത്മനിയന്ത്രണത്തോടെ ജീവിപ്പാൻ പഠിപ്പിക്കുന്നു. ദൈവഭക്തിയോടെ നടക്കാൻ ശക്തി നൽകുന്നു. അതുകൊണ്ട് കൃപ പാപത്തിന് അനുമതി നൽകുന്ന ലൈസൻസ് അല്ല, കൃപ ജീവിതം മാറ്റുന്ന ശക്തിയാണ്. ഗ്രേസ് ഡസ് നോട്ട് എക്സ്ക്യൂസ് സിൻ, ഗ്രേസ് ട്രാൻസ്ഫോംസ് ലൈഫ് എന്നത് ഓരോ വിശ്വാസിയും ഓർക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, ഞാൻ ഈ കൃപ സ്വീകരിച്ചിട്ടുണ്ടോ? ഹൃദയം തുറന്ന് യേശുവിനെ സ്വീകരിക്കണം. കാരണം കൃപ സൗജന്യമാണ്. അത് നാം ഓരോരുത്തരും സ്വീകരിക്കേണ്ടതുമാണ്. സൂര്യപ്രകാശം എല്ലാവർക്കും ലഭ്യമാണ്. പക്ഷേ വീടിൻ്റെ ജനൽ തുറക്കുമ്പോഴാണ് വെളിച്ചം അകത്തേക്ക് പ്രവേശിക്കുന്നത്. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ വാതിൽ തുറക്കുമ്പോഴാണ് കൃപ നമ്മുടെ ജീവിതത്തിൽ പ്രവേശിക്കുന്നത്. കൃപയില്ലാതെ രക്ഷയില്ല. കൃപയാൽ മാത്രമാണ് നാം രക്ഷിക്കപ്പെടുന്നത്. പാപം വർദ്ധിച്ചിടത്ത് കൃപ അതിലും വർദ്ധിക്കുന്നു. ക്രൂശ് കൃപയുടെ വാതില. യേശു ക്രിസ്തു രക്ഷയുടെ ഏക മാർഗമാണ്. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് ദൈവകൃപ സ്വീകരിച്ച്
പുതിയ ജീവിതത്തിലേക്ക് കടക്കാം. ഇന്നലെ നടന്ന പരാജയങ്ങൾ എന്തായാലും കൃപ ഒരു പുതിയ തുടക്കം നമുക്ക് നൽകുന്നു. ദൈവം നമ്മെ വിളിക്കുന്നു. നമുക്ക് ആ കൃപയിലേക്ക് ഓടിച്ചെല്ലാം. പ്രാർത്ഥിക്കാം. കരുണാനിധിയായ ദൈവമേ, എല്ലാ മനുഷ്യർക്കും രക്ഷ നൽകുന്ന നിന്റെ അത്ഭുത കൃപയ്ക്ക് നന്ദി. ഞങ്ങളുടെ പാവങ്ങളെ ക്ഷമിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തി നൽകണമേ. നിന്റെ കൃപ ദിനം പ്രതി അനുഭവിച്ച് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.